എൻ്റെ പേര് ജെസി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആമ്പക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ശാലോമിലെ ആരാധന കാണാറുണ്ട്. അതിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ കാക്കശല്യം ഭയങ്കരമായിരുന്നു. ഞാൻ പറയും ദൈവമേ ഇത് എന്തത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കാക്കയുടെ ശല്യം എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ കൊല്ലം ജൂൺ മാസമൊക്കെ ആയിണ്ടാവും. ആ സമയത്താണ് ഞാൻ ഈ ശാലോമിലെ ഇത് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് അച്ഛൻ ആ ആരാധനയിൽ വിളിച്ചു പറഞ്ഞു ഒരു വീട്ടിൽ കാക്കശല്യം എടുത്തു മാറ്റണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ അത് കുറവുണ്ടായി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് തീർത്തും മാറിപ്പോയി. പിന്നെ ഇടയ്ക്ക് വന്ന് ശല്യം ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടില്ല, ഞാൻ പറയാട്ടാ. ഇപ്പൊ ഒരു 6 മാസത്തിലധികം നന്ദി പറഞ്ഞേ. കണ്ടോ, പാറ്റശല്യം, എലിശല്യം, മൂട്ടശല്യം, പല്ലിശല്യം, പഴുതാഴ ശല്യം, ഇങ്ങനെ കുറേ ശല്യങ്ങളൊക്കെ പറയാനുണ്ട്. വളരെ റയറായിട്ട് പറയുന്നൊരു ശല്യമാണ് എന്ത്, കാക്കശല്യം. കാക്കശല്യം എടുത്തു മാറ്റുന്ന ദൈവാന ശുശ്രൂഷ സമയത്ത് പറഞ്ഞു, കാക്കശല്യം മാറിപ്പോയി. 6 മാസമായി. പിന്നെ എൻ്റെ വീട്ടിൽ പല്ലിയുടെ ശല്യം ഭയങ്കരമായിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന എത്തിക്കുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ച് അടിച്ചു വാരി പോയാലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ അവിടെ വീണ്ടും അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഭയങ്കര തോലുമായി. അപ്പം അച്ഛൻ അത്ഭുത ജപമാലയിൽ വിളിച്ച് പറഞ്ഞു അന്നാവെള്ളം തെളിച്ച് പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞാൽ അത് മാറുന്നു. പക്ഷെ ഇപ്പം എനിക്ക് നന്നായി കുറവുണ്ട് താനും. എന്നാലും ഞാൻ ഈ സാക്ഷ്യം പറയാൻ വൈകിയതിൽ ഇടയ്ക്ക് അവർ എന്നെ വന്നോന്ന് കാണിച്ചു തരും ഞാനിവിടെ ഉണ്ടെന്നുള്ളത്. പക്ഷേ അപ്പം ഞാൻ വേഗം വിചാരിച്ചു സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഉറക്കം തൂങ്ങലുണ്ടായിരുന്നു. അപ്പോൾ അത്ഭുത ജപമാലയിൽ അച്ഛൻ ഇതുപോലെ വിളിച്ചു പറഞ്ഞു 2 മക്കൾക്ക് ഇതിൽ നിന്ന് വിടുതൽ നൽകി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഈ പ്രാർത്ഥന എത്തിക്കുമ്പോൾ എൻ്റെ ഉറക്കമൊന്ന് മാറ്റി തരണേന്ന്. അങ്ങനെ എനിക്ക് അതിൽ നിന്ന് വിടുതൽ കിട്ടി. ഇപ്പം ഞാൻ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഞാൻ ഉറങ്ങാറില്ല. പിന്നെ ചെവിക്കടിയുടെ ശല്യം ഭയങ്കരമായിരുന്നു. 30 പേർക്ക് അച്ഛൻ പറഞ്ഞു ആരാധന സമയത്ത് വിടുതൽ നൽകി സൗഖ്യം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഞാനായിരിക്കുന്ന ഒരാളെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ചെവിക്കടി മാറി കിട്ടി. അതുപോലെ നവംബറിൽ എനിക്ക് പനി പിടിച്ചു. ഭയങ്കര തണ്ടൽ വേദനയും പനി ഭയങ്കരമായിരുന്നു. അപ്പോൾ ഞാൻ അടവിടെ കെടുക്കുകയായിരുന്നു. അപ്പോൾ ഭർത്താവ് എന്നെ സഹായിക്കും, ഞാനും കൂടി സഹായിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ എനിക്ക് കെടുക്കണം എന്നുള്ളൊരു വിചാരമായിരുന്നു. എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. തുണി ഊരി പിഴിഞ്ഞിട്ട് എനിക്ക് കുനിഞ്ഞ് ഊരി പിഴിയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ നിന്നിട്ടാണ് ഞാൻ ഊരി പിഴിഞ്ഞിരുന്നത്. അന്ന് വൈകുന്നേരം ചൊവ്വാഴ്ച അച്ഛൻ ഈ അത്ഭുത ജപമാലയിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നടുവേദനയായിട്ടിരിക്കുന്ന മക്കളുണ്ട്, അവരെ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ എൻ്റെ നടുവേദന മാറി കിട്ടി. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന ദൈവത്തിന് നന്ദി പറയും.